അസ്സലാമലൈക്കും. നമ്മളിത് ഉണ്ടാക്കാൻ പോണത് കണ്ടാളി മക്കളെ, നല്ല അടിപൊളി സാധനമാണ്. തലേ തേക്കാൻ ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആർക്കും മുടിയില്ല എന്നറിഞ്ഞ് ഇങ്ങോട്ട് വരി, ഞാൻ കാണിച്ചു തരാം മുടി ഉണ്ടാകുന്ന പരിപാടി. ഇതൊക്കെ ഞാൻ അടുത്ത് ഇപ്പം നിങ്ങൾക്ക് പനിക്കൂർക്കലിൻ്റെ ഇല ഇത് ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരണം. ഇതൊന്നും അധികം ചിലവോ പൈസ ചിലവോ ഒന്നുമില്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനമാണ്. ഇപ്പോൾ അതാ പനിക്കൂർക്കലിൻ്റെ ചെമ്പരത്തിൻ്റെ ഒരു ഒരു 2 ഇല എടുത്തിരുന്നല്ലോ. ഒരു 2 ഇല പനിക്കൂർക്കലിൻ്റെ ഒരു 2 ഇല ഒന്നിന്ന് ആദ്യം ഞാൻ ഇക്കിട്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി പൂവ് പിന്നെ ഒരു 4-5 എടുത്താണ്. പിന്നെ ഇതൊക്കെ വാടിയതാട്ടോ, നല്ല ഉള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന സാധനം കിയാർ നെല്ലി. ഇത് 2-3 മുരട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തത് എന്താ വെച്ചാൽ തുളസിൻ്റെ ഇല, തുളസി പിന്നെ പേരക്കൻ്റെ ഇല, പിന്നെ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം. ഈ പേരക്കൻ അല്ലാത്ത ഈ തുളസിൻ്റെ ഇലയും പനിക്കൂർക്കയില ഇട്ടാൽ നീരിറക്കം ഉണ്ടാവില്ല. ആർക്കും വേണമെങ്കിൽ തേക്കാം. ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ടാൽ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം. ഇത് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് ജ്യൂസ് ആക്കി അടിച്ചെടുക്കണം. പിന്നെ ഞാൻ എടുത്തത് എന്താ വെച്ചാൽ സബോളൻ്റെ തൊലി. ഇത് നല്ലതാ, ഫസ്റ്റാണ്. എല്ലാം നല്ല തന്നെയാണ്. ഇത് ആകാന്നല്ല ഞാൻ പറയണത്. ഇത് ഒന്നും കൂടി മുടി, ചെറിയ മുടി പോയോടത്തൊക്കെ ഉണ്ടാവാൻ ഫസ്റ്റാണിത്. ഞാനിപ്പോൾ ഇതൊന്നും തേക്കല്ല കേട്ടോ. ഇനിയിപ്പോൾ അതുള്ള നിങ്ങളോട് പറയാം. എനിക്കിതൊന്നും പറ്റൂല. ഞാൻ മോക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്ക് അത്യാവശ്യം മുടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നുണ്ട് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് തലയിലാണ് തേച്ചാൽ മതി. നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കൽ വെച്ചാൽ പിന്നെ അത് തേച്ചിട്ട് കുറച്ച് തൊട്ട് അരറ്റിയാൽ മതി. എന്നിട്ട് ഇതാണ് തേക്കുക. താളിയാക്കി എടുത്തിട്ട് ഇത് അരിച്ചെടുക്കുക. എന്നിട്ട് തേക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് തലയിൽ തേച്ചാലുണ്ടല്ലോ, ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേച്ചാൽ മതി. നല്ല മുടി ഉണ്ടാവും. മുടി ഇല്ലാത്തവർക്ക് കേട്ടോ. ഉള്ളവർക്കും ഉണ്ടാവും, കൊഴിഞ്ഞു പോവില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും നരച്ച് വരികയല്ലേ. നരക്കാത്തവരൊക്കെ ആദ്യം തന്നെ അതൊക്കെ തേച്ചോളി. നരച്ചിട്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ശരിയായി വരാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിട്ടോ. ഞാൻ കാണിച്ചു തരാം. മിക്സിൻ്റെ ജാറ് എടുക്കുക. ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഇടുക. ആ കത്തി കൊണ്ട് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇതങ്ങനെ മുറിച്ചിട്ടിട്ടൊന്നുണ്ട്. ഇപ്പോൾ മുടി എത്രയോ ചെറിയ കുട്ടികൾക്ക് വരെ മുടി നരച്ചാണ്. അപ്പം എൻ്റെ മുടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം ചെറുപ്പത്തിലൊക്കെ നല്ലപോലെ ഇതുപോലെയുള്ള താളിയൊക്കെ തേക്കലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ നരച്ചിട്ടില്ല. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ അടിയും പടിയൊക്കെ ഒന്നും ഉണ്ടേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ നിൻ്റെ മുടി നരച്ചിട്ടില്ലല്ലോ ഒന്നും വിചാരിച്ചണ്ട. ആദ്യം തന്നെയാണ് തേച്ചോളി. പിന്നെ കറുപ്പിച്ചാനൊന്നും നടക്കണ്ട. നല്ലതാണ്, നല്ല ഇത് കിട്ടും. മുടി ഉണ്ടാവും ചെയ്യും. മുടി പിന്നെ കൊഴിഞ്ഞു പോകില്ല. ഈ കിയാർ നെല്ലി നല്ലതാണ്. എന്തിന്? മുടി കൊഴിച്ചിലിന് ഫസ്റ്റാണിത്. ഇപ്പോൾ അങ്ങനെ അരിഞ്ഞിടുക. തീരെ കുഞ്ഞിതാക്കിയൊന്നും അരിയണ്ട. അതൊന്ന് ഇത് കൊള്ളാൻ വേണ്ടി ഞാനൊന്നുണ്ട് അരിഞ്ഞെന്നുള്ളൂ. പനിക്കൂർക്കയില നല്ലതാട്ടോ. അത് മുടി കറുക്കാൻ പിന്നെ നീരിറക്കത്തിനും നല്ലതാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇതൊക്കെ ഒന്ന് ഇടുക. നമുക്ക് ഈ ഞെട്ടിയൊന്നും വേണ്ട കേട്ടോ. പൂവിൻ്റെ ഇതിങ്ങനെ ഇട്ടാൽ മതി. ഇനിയും ഉണ്ട് കേട്ടോ, വേറെ സൈസും ഉണ്ട്. ഞാനിപ്പോൾ ഇതാണ് ഇടണത്. ഞാനെൻ്റെ മോക്ക് ഓരോന്ന് ഇങ്ങനെ മുടി തന്നെ അല്ലേ ഇന്ന്
തീരെ ഉള്ളില്ലാത്ത മുടിയാണ് ഓളെ മുടി. ഓക്ക് മാത്രം ഇവിടെ മുടിയില്ലേനി. ഇപ്പം അത്യാവശ്യമൊക്കെ മുടിയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ചെയ്താണ് കേട്ടോ ഓക്ക് മുടി ഉണ്ടായത്. ഞാവുമാണെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്താ തേച്ചിന്ന് വെച്ചാൽ കഞ്ഞിവെള്ളവും ഉലുവയും തേക്കലിൻ്റെ എന്താ ഇതിങ്ങനെ ഇടുക. ഈ കണ്ടിടുക. ഇനി ഇഞ്ചി ഉണ്ടല്ലോ, ഇതൊന്നും അരിഞ്ഞിട്ടാൽ മതി. ഇഞ്ചി ചെറിയ മുടി വളരാൻ പറ്റാട്ടോ. അപ്പം ഇത് മാത്രം നമുക്ക് തേക്കാനും പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരച്ചെടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് തലയിലിങ്ങനെ പിന്നെ തലയോട്ടിയിലിങ്ങനെ തേച്ച് കൊടുക്കുക. ചെറിയ മുടി വളരാൻ നല്ലതാണ്. അപ്പം ഞാൻ കുറച്ചെടുത്ത് ഇതിക്കിടണുള്ളൂ കേട്ടോ. കുറച്ച് തോനെ അവിടെ എടുത്ത് വെച്ചീന്ന്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവും. ഇതിപ്പോൾ തിളപ്പിച്ചുകൊണ്ട് തിളപ്പിച്ചിട്ട് പിന്നെ തേയില വെള്ളത്തിൽ തിളപ്പിച്ച് ഇത് തേച്ചാലും നല്ലതാണ്. നല്ല മുടി വളരും. അപ്പോൾ ഇത് ഉണ്ടായപ്പോൾ കുറച്ച് തീ കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ തീ കിടക്കട്ടെ. താളിയാട്ടെ ഉണ്ടാക്കണത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഷാമ്പു ഉണ്ടല്ലോ, ഷാമ്പു അത് ഒന്ന് വെള്ളത്തിൽ ഈ താളിയിൽ കലക്കിയിട്ട് നല്ലപോലെ തേച്ചാൽ മതി. അപ്പോൾ ചെളിയും പോകുന്നത്. ഇപ്പോൾ ഈ എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിൻ്റെ ഇല ഇട്ടുകൊണ്ട് നമ്മൾ താളിയാക്കി തേച്ചാലും തലേന്ന് പിന്നെ താരനും ചെളിയൊക്കെ പോകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടിയെന്ന്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്ത് ഇനി ഒന്ന് അരിക്കട്ടെ കേട്ടോ. ഒരു തുണിയിൽ ഒഴിച്ചാൽ ഞാൻ അരിക്കണത്. ഇതൊരു തട്ടത്തിൻ്റെ കഷ്ണമാണ്, കനല്ലാത്ത. പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമല്ലോ. എന്നാലും ഇതുണ്ടോ. ഇപ്പം നമ്മളെ തലയിൽ ഈ ഇതിൻ്റെ ഈ ചണ്ടിയൊന്നും ആവില്ല. ഈ വെള്ളം മാത്രം മതി നമുക്ക്. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ അത് ചോദിക്കാൻ മറന്നു കേട്ടോ. നമുക്ക് സുഖമാണ്. നിങ്ങൾ അതുപോലെ നമ്മൾ വിചാരിക്കണ്. ഇതുണ്ട്. ഈ ചെമ്പരത്തിപ്പൂവ് കൂട്ടിയിട്ടാട്ടോ ഒരു ഇളം ചുവന്ന കളറ്. ഇതുണ്ടോ. ഇനി നമുക്ക് ഇതിലൊരു സാധനം കൂടി ചേർക്കുക. അപ്പോൾ അതാ ഈ ഷാമ്പു ഉണ്ടല്ലോ, ഇതുണ്ടോ. ഇതിന് 1 ഉറുപ്പ്യ ഇത്രയേ ഉള്ളൂ വില. ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്നിങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനി എണ്ണ തേച്ചിട്ട് ഏതെണ്ണയാണോ നിങ്ങൾ തേക്കൽ എണ്ണ തേച്ചാൽ മതി. ഇതുണ്ട്. എന്നിട്ടൊരു 10 15 20 മിനിറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തപോലെ. ഇതിപ്പോൾ ഒന്നും നീരിറക്കൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ തുളസിയിലയും പനിക്കൂർക്കലിൻ്റെ ഇല ഇട്ടിട്ട് നല്ലതാണ്. ഇഞ്ചി ഉള്ളതുകൊണ്ട് ഒന്നും വരില്ല. അതുണ്ട ആർക്കും തേക്കാം. ഇത് തലേ തേക്കുക. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും പിന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി തേച്ച് വെക്കുക. മുടി ഇല്ലാത്തവരും ഉള്ളവരൊക്കെ തേച്ചോളി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരോടും നമസ്കാരം. അസ്സലാമു അലൈക്കും.